പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിശുദ്ധനെ പരിചയപ്പെടുകയാണ്. ചിരിയുടെ അപ്പോസ്തലൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വൈദികനായ വിശുദ്ധനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വിശുദ്ധ ഫിലിപ്പ് നേരി. അദ്ദേഹം ജനിച്ചത് 1515 ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ സമ്പന്നമായൊരു കുടുംബത്തിലേക്കാണ് നമ്മുടെ വിശുദ്ധൻ ഫിലിപ്പ് നേരി ജനിച്ചു വീഴുന്നത്. വളരെ സമ്പന്നമായൊരു കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിൽ പോലും ഫിലിപ്പ് നേരിക്ക് അതിൻ്റെ ഒരു മേന്മയും ജീവിതത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല. ഫിലിപ്പ് നേരിയുടെ വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നടക്കുന്നത്, പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം. അതിനുശേഷം 1533 ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം റോമിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ഫിലിപ്പ് നേരിക്ക് കൂടുതൽ തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്സായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനം, ബിസിനസ് സ്റ്റഡീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഫിലിപ്പ് നേരിയുടെ മുമ്പിലുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഫിലിപ്പ് നേരി തിയോളജിയും ഫിലോസഫിയും പഠിക്കാനായിട്ട് നിശ്ചയിക്കുകയാണ്. അതിനെ തുടർന്ന് ഫിലിപ്പ് നേരി നേരെ റോമിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ മറ്റൊരു ജോലിക്കൊപ്പം തൻ്റെ തുടർ പഠനം നടത്തുകയാണ്. അപ്പോൾ അവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം ഫിലിപ്പ് നേരിക്കൊരു പ്രത്യേക ഒരു സ്വഭാവമുണ്ടായിരുന്നു. ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടെ ഏറെ നേരം പ്രാർത്ഥിക്കാനിരിക്കുക, അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു ഫിലിപ്പ് നേരിക്കുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു ഫിലിപ്പ് നേരി. ഈ ഒരു സ്വഭാവം ഏകദേശം ഒരു 18 വയസ്സ് ആ ഒരു പ്രായത്തിലാണ് ഫിലിപ്പ് നേരി ഇങ്ങനെ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുത്തത്. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥനാ അനുഭവത്തിലായിരിക്കുമ്പോഴാണ് ഫിലിപ്പ് നേരിക്ക് തൻ്റെ ഒരു വിളി തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ പാവങ്ങളോടും അഗതികളോടൊക്കെ ഒരു പ്രത്യേക ഒരു കരുണയും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കർത്താവ് തന്നെ വിളിക്കുന്നതായിട്ട് ഫിലിപ്പ് നേരിക്ക് അനുഭവപ്പെടുകയാണ്. തുടർന്ന് ഈ സമയങ്ങളിലെല്ലാം ഫിലിപ്പ് നേരി ഇവരിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുണയുമായിട്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികളെയൊക്കെ വരെ അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരെ ശുശ്രൂഷിക്കുവാനും, അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്നവർ, വഴിയിലൊക്കെ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുവാനൊക്കെ തുടങ്ങി. അദ്ദേഹം ഒരു വളരെ എളിമയുള്ളൊരു മനുഷ്യനായിരുന്നു. നേരത്തെ പറഞ്ഞു, തൻ്റെ കുടുംബ മഹിമയൊന്നും ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ല, അതിൻ്റെ മേന്മയൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വൈദിക ജീവിതത്തിലേക്കൊരു വിളി ഉണ്ടായിരുന്നെങ്കിൽ പോലും വൈദികനായി തീർന്നാൽ താൻ കുറച്ചും കൂടി അഹങ്കരിച്ച് പോകുമോ എന്നുള്ളൊരു ചിന്ത ഫിലിപ്പ് നേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ വൈദികനാകുന്നില്ല എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ഈ ഒരു ശുശ്രൂഷ ജീവിതം തുടർന്നു പോവുകയായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ഉപദേഷ്ടാവ് പറയുന്നത്, കർത്താവിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് വൈദിക വൃത്തിയിലേക്ക് വരണം എന്ന് ആ ഒരു ഉറപ്പ് നൽകുന്നു. ഇത് കർത്താവ് തന്നോട് പറയുന്നതായിട്ട് ഫിലിപ്പ് നേരി തിരിച്ചറിഞ്ഞുകൊണ്ട് 1548 ഫിലിപ്പ് നേരി വൈദിക പട്ടം സ്വീകരിക്കുകയാണ്. പിന്നീട് ഫിലിപ്പ് നേരിക്ക് ഈ ഒരു സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം അഗതികളെയും തെരുവിലെ കുട്ടികളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു സമൂഹം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ഒരു സമൂഹം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും തിരുസഭയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കാരണം പലർക്കും അദ്ദേഹത്തിൻ്റെ രീതികളെയൊന്നും അംഗീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഫിലിപ്പ് നേരി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വിശുദ്ധന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. കുറച്ചുകൂടി സരസമായൊരു സ്വഭാവം, നർമ്മത്തിലൂടെ അല്ലെങ്കിൽ നർമ്മ സ്വഭാവത്തിലൂടെ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സമൂഹം, പുതിയൊരു സമൂഹം രൂപപ്പെടുത്തിയാൽ ഇതെപ്രകാരമായി തീരും എന്നൊരു ആശങ്ക സഭയിലെ അധികാരികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അംഗീകാരം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയവും, അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രീതികൾ താല്പര്യമില്ലാത്ത ആൾക്കാർ അത് വേണ്ട, അനുവാദം കൊടുക്കണ്ട എന്ന രീതിയിൽ അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിൽ പോലും ആ സമയങ്ങളിലെല്ലാം ഫിലിപ്പ് നേരി കർത്താവിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാര്യം തന്നെ വിളിച്ചത് കർത്താവാണെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് കർത്താവിൻ്റെ വിളിയാണെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
എതിർപ്പുകൾ വന്നെങ്കിൽ പോലും അതവിടെ ഉപേക്ഷിച്ചിട്ട് താൻ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം വഴിയിൽ ഉപേക്ഷിച്ച് പോകാനായിട്ട് അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം ഈ ഒരു അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന്, അഗതികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ ആ ഒരു സമൂഹത്തിന് തിരുസഭയിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നു. അവിടെ നിന്ന് അധികാരികൾ വന്ന് അദ്ദേഹത്തിൻ്റെ രീതികളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവരെ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യമൊക്കെ അവർക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സമൂഹത്തിന് കോൺഗ്രിഗേഷൻ ഓഫ് ഒറട്ടോറി അതിന് അംഗീകാരം ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ആഘോഷിച്ചിരുന്ന വിശുദ്ധ കുർബാനകളും നടത്തിയിരുന്ന കുമ്പസാരങ്ങളുമാണ്. നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹം മണിക്കൂറുകൾ വിശുദ്ധ കുർബാനയ്ക്കായും അതോടൊപ്പം കുമ്പസാരം കേൾക്കാനുമായിട്ടൊക്കെ ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. 2.5 മണിക്കൂറോളം അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചിരുന്നു. വളരെ ആത്മീയ ചൈതന്യത്തോടു കൂടി നടത്തിയിരുന്ന ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അനേകർ കടന്നു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വിശുദ്ധ കുമ്പസാരവും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്: എത്ര പേര് വന്നാലും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന്, ഒരു പാപിയുടെ മാനസാന്തരമാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഒരു കുമ്പസാരം കേൾക്കാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല. ആരും കുമ്പസാരിക്കാനായി ദേവാലയത്തിൽ ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പോലും ഫിലിപ്പ് നേരി ചെന്ന് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുമായിരുന്നു. കാരണം താൻ അവിടെ അവൈലബിൾ ആണ്, മറ്റൊരിടത്തും പോയിട്ടില്ല. അപ്പോൾ ആ ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി അദ്ദേഹം അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവത്തിലേക്ക് എത്താനായിട്ട് ഒരു വഴി, ആ ഒരു വഴി താനായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു തടസ്സവും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം എപ്പോഴും തൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കിയിരുന്നു. അതിനാൽ തന്നെ ആ ഒരു നഗരം, ഫിലിപ്പ് നേരിയുടെ ഈ ഒരു നേച്ചറിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഒരു സ്വഭാവം കാരണം തന്നെ അനേകർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഒരു വളരെ സരസ പ്രകൃതക്കാരനായിരുന്നു. എപ്പോഴും സന്തോഷത്തോടുകൂടിയ, എത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയാലും അപ്പോഴെല്ലാം സന്തോഷപ്രകൃതമായിരിക്കും നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുക. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു നഗരത്തിൽ ഒത്തിരിയേറെ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം ഇങ്ങനെയാണ് പറയുക: ഒരിക്കൽ ഒരാൾ തൻ്റെ ഒരു കുറ്റം പറയുന്ന ഒരു സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുമ്പസാരിക്കാനായിട്ട് ഫിലിപ്പ് നേരിയുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ആ ഒരു പാപം ഏറ്റു പറഞ്ഞു. താൻ ബന്ധുക്കളെക്കുറിച്ചൊക്കെ വളരെയേറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആ പാപം ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രായശ്ചിത്തമാണ് അദ്ദേഹം ഈ വ്യക്തിക്ക് നൽകുന്നത്. അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരി ഈ വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്: താങ്കൾ പ്രായശ്ചിത്തമായിട്ട് ഒരു മാർക്കറ്റിലേക്ക് പോവുക, മാർക്കറ്റിൽ ചെന്ന് ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് വരുന്ന വഴിക്ക് ആ കോഴിയുടെ തൂവലുകൾ ഓരോന്നായിട്ട് വഴിയിലിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ആ തൂവലുകൾ ഓരോന്നും പെറുക്കി കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറയും. അപ്പോൾ ഈ ഒരു പ്രായശ്ചിത്തം കേൾക്കുമ്പോൾ അദ്ദേഹം വളരെയേറെ അത്ഭുതപ്പെട്ടു വേണം. ഇതെങ്ങനെ സാധിക്കും? കാരണം ഒരു തൂവൽ നമ്മൾ വഴിയിലിട്ട് കഴിഞ്ഞാൽ കാറ്റൊക്കെ വന്ന് അതെന്തായാലും പറന്നു പോകും. അപ്പോൾ എന്തായാലും അത് തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. അതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ് ഈ വ്യക്തി ഫിലിപ്പ് നേരിയോട് ചോദിക്കുകയാണ്. അപ്പോൾ വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കും. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നല്ലൊരു ഒരു വലിയ ഈ ഒരു എക്സാമ്പിളിലൂടെ അദ്ദേഹം ഈ വ്യക്തിക്ക് നല്ലൊരു ബോധ്യം നൽകുകയാണ്. ഫിലിപ്പ് നേരി പറയുന്ന ഇപ്രകാരമാണ്: നമ്മുടെ കാൽ വഴുതിയാൽ നമ്മൾക്ക് അതിൻ്റെ ബാലൻസ് തിരിച്ചെടുക്കാൻ സാധിക്കും, പക്ഷേ നമ്മളുടെ നാക്ക് വഴുതിയാൽ നമ്മൾക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കുമ്പസാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ഉണർവിന് വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു കുമ്പസാരം, നിരന്തരമായി നമ്മൾ ശരീരത്തിന് എപ്രകാരമാണോ എക്സസൈസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിരന്തരമായ കുമ്പസാരവും വളരെ അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഫിലിപ്പ് നേരിയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടു അദ്ദേഹം വളരെ സരസ പ്രകൃതക്കാരനാണ്. അതുകൂടാതെ വളരെ എളിമയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തനിക്ക് കിട്ടുന്ന നന്മകളെക്കുറിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ പൊക്കി പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ആത്മീയ വരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവചനവരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വായിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവും ഉണ്ടായിരുന്നെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കഴിവുകളുള്ളവരുടെ അടുത്തേക്ക് സ്വാഭാവികമായും ആൾക്കാർ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് എത്തും. പക്ഷേ ഫിലിപ്പ് നേരി ചെയ്തിരുന്നത് ഇങ്ങനെ വരുന്നവരെ എല്ലാം അവരോട് പറയും താനല്ല ദൈവത്തിലേക്ക് നോക്കാനായിട്ട്, ദൈവത്തിലേക്ക് അവരെ അദ്ദേഹം വഴി കാണിച്ചിരുന്നു. അതുപോലെ തന്നെ തന്നിലേക്ക് നോക്കണ്ട, ദൈവം തരുന്നതാണെന്നുള്ള രീതിയിൽ അവരെ ദൈവത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ട് സഭാധികാരികൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഒരിക്കൽ കാർദിനാൾ വന്ന് അദ്ദേഹത്തിന് ബിഷപ്പിൻ്റെ പദവി നൽകാനായിട്ട് തുടങ്ങുകയായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ എളിമയോടുകൂടി ആ ഒരു സ്ഥാനം അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഐ പ്രിഫർ ഹെവൻ, എനിക്ക് സ്വർഗമാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും എളിമയോടുകൂടി എന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കാതെ ദൈവത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫിലിപ്പ് നേരി. അദ്ദേഹം മരിക്കുന്നത് 1595 മെയ് 26 ഏകദേശം ഒരു 75 വയസ്സായപ്പോൾ അസുഖം ബാധിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ഗ്രിഗറി 15 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് 1622. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിൽ മറ്റ് പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അദ്ദേഹം വഴിയായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ആ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഫിലിപ്പ് മസീമോയുടെ മകൻ, ഏകദേശം 14 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുഞ്ഞിന് കുറേ കാലമായിട്ട് സുഖമില്ലാതെ കിടപ്പായിരുന്നു. ഫിലിപ്പ് നേരി ഈ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കുക, അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സീരിയസ് ആയി മരിക്കാറായ സിറ്റുവേഷനായി. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഫിലിപ്പ് നേരിയെ ഈ വിവരം അറിയിക്കാനായിട്ട് പള്ളിയിലേക്ക് ഓടിപ്പോവുകയാണ്. പക്ഷേ പോകുന്ന വഴിക്ക് തന്നെ ഈ കുഞ്ഞിന് സുഖമില്ല എന്ന് അറിയിക്കാൻ എത്തുന്നതിൻ്റെ ആ വഴി അതിനു മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഫിലിപ്പ് നേരിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നു. എങ്കിലും അയാൾ ചെന്ന് അറിയിക്കുന്നു. ഫിലിപ്പ് നേരി ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ആ വീട്ടിലെത്തി കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ വെള്ളം തെളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഏലിയ പ്രവാചകനെ പോലെ ആ കുഞ്ഞിൻ്റെ മുകളിലേക്ക് നിശ്വസിക്കുന്നുണ്ട്. ഇതിന് ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയ ആ കുട്ടി ജീവനിലേക്ക് തിരിച്ചു വരികയാണ്. കുഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. കുഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫിലിപ്പ് നേരിയാണ് കൺമുമ്പിൽ കാണുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ആദ്യം തന്നെ പറയുന്നത് താൻ കുമ്പസാരത്തിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യം, അതായത് നമ്മൾ ഒരുപാട് കുമ്പസാരിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അടുത്ത കുമ്പസാരത്തിൽ പറയുകയോ അല്ലെങ്കിൽ അതങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടി ആ മറന്നുപോയ കുമ്പസാരിക്കാൻ വിട്ടുപോയ ആ ഒരു പാപം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയും സഹോദരിയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഫിലിപ്പ് നേരി ഈ കുമ്പസാരത്തിന് ശേഷം ഈ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് ഇവിടെ തുടരണോ അതോ സ്വർഗത്തിൽ അമ്മയും സഹോദരിയുടെ അടുത്തും പോകണോ എന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ കുട്ടി പറയും, എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിയും കാണണം എന്ന് പറയും. അങ്ങനെ കുഞ്ഞ് സ്വന്തമായിട്ട് മരണം സ്വീകരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് കുഞ്ഞ് മരണത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ അനേകം സംഭവങ്ങൾ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിൽ നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് ഫിലിപ്പ് നേരിയുടെ ജീവിതം ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. എത്രയോ വലിയ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്, എത്രയോ എളിയ ജീവിതം നയിച്ചത്. സമ്പന്ന കുടുംബത്തിലായിരുന്നെങ്കിലും തെരുവുകളിൽ അലഞ്ഞു നടന്നവരെ അല്ലെ അങ്ങനത്തെ കുട്ടികളെ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം എളിമയോട് കൂടി ഇറങ്ങി ചെല്ലുകയും ഈശോയുടെ സ്നേഹവും കരുണയൊക്കെ അവർക്ക് അനുഭവിക്കാനായിട്ട് കാരണമാവുകയും ചെയ്തത്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് 4 പേര് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് അഹങ്കരിക്കാൻ നമ്മൾ അറിയാതെ ആണെങ്കിലും ഒന്ന് അഹങ്കരിച്ച് പോകാറുണ്ട്. ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മൾക്ക് ഇപ്പോൾ മാതൃകയാക്കാം. നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നികത്തി സ്വർഗം ലക്ഷ്യമാക്കി, സ്വർഗം മാത്രമാണ് എൻ്റെ ലക്ഷ്യം, ഐ പ്രിഫർ ഹെവൻ, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും
ഐ പ്രിഫർ ഹെവൻ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഫീസ്റ്റ് ഡേ നമ്മൾ മെയ് 26-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അദ്ദേഹം ആർട്ടിസ്റ്റുകളുടെ, കൊമേഡിയൻസിൻ്റെ, ചിരിയുടെ, എഴുത്തുകാരുടെ ഒക്കെ മധ്യസ്ഥനാണ്. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതം നമ്മൾക്ക് മാതൃകയാക്കാൻ ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കേട്ടതുപോലെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ശ്രമിക്കാം. ധനിക കുടുംബത്തിലായിരുന്നെങ്കിൽ പോലും ചെറിയ, ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങിച്ചെന്നത്. അവർ എങ്ങനെയുള്ളവരാണെന്നോ അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നോ ഒന്നും അദ്ദേഹം നോക്കിയില്ല. പ്രത്യേകിച്ച് തെരുവിൽ വളർന്ന കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അത് അവരുടെ ഇടയിൽ മോഷണ സ്വഭാവം ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വഴക്ക് കൂടുന്നവരുണ്ടായിരുന്നു കാണും. ഇങ്ങനെയുള്ളവരെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് വളരെ ശ്രമകരമായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ബുദ്ധിമുട്ടൊന്നും വകവയ്ക്കാതെ അദ്ദേഹം ഈശോയുടെ ആ ഒരു സ്നേഹം അവരിലേക്ക് കൊടുക്കണമെന്നൊരു ആഗ്രഹത്തോടെ കർത്താവിൻ്റെ ആ ഒരു വിളി തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കംഫർട്ട് സോൺ വിട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു കാര്യം, കർത്താവിന് വേണ്ടി ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം ഏൽപ്പിച്ചാൽ പോലും നമ്മളതിലൊക്കെ മടി കാണിക്കാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജോലി, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം, റീസൺസ് അല്ലെങ്കിൽ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഈശോ നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഈശോയുടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കാനാണ്, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. അപ്പം ഈ വിശുദ്ധ ഫിലിപ്പ് നേരി നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ രോഗികളായി തെരുവിൽ കിടക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ചെന്ന് ശുശ്രൂഷിക്കാനൊക്കെ അദ്ദേഹം കാണിച്ച ഒരു മനസ്ഥിതി നമ്മൾക്കും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെ ആ ഒരു കുമ്പസാരത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കേൾക്കുകയുണ്ടായി. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം. നമ്മൾക്കും നമ്മളുടെ നാവുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാം. നമ്മളുടെ നാവ് കർത്താവിനെ സ്തുതിക്കാനും നല്ലത് മാത്രം പറയുവാനൊക്കെ ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ നാവിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള നമ്മുടെ കൈകളെയും കാലുകളെയും എല്ലാം ക്രിസ്തുവിൻ്റേതായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.